നമ്മൾ തെറ്റുകളൊന്നും ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അതിലൊരു കാരണം, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഫലം നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ശ്രീകൃഷ്ണനും അർജുനനും കൂടിയിട്ട് അവരിങ്ങനെ പോകുകയാണ്. ഒരു നദിയിലെ തോണിയിൽ ഇരുന്നിട്ടാണ് പോണത്. അങ്ങനെ കൃഷ്ണനാണ് അർജുനൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അർജുന, ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആരാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അത് തെറ്റ് ചെയ്ത ആളാണ്, സാധാരണ അങ്ങനെയല്ലോ, തെറ്റ് ചെയ്തവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക എന്ന് അർജുനൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇവരിങ്ങനെ തോണിയിൽ സഞ്ചരിക്കുമ്പോഴേ അത് എതിർവശത്ത് നിന്ന് ഒരു തോണിയിൽ ഒരു 10 പേരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ യാത്രക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ തോണിയിലുള്ള യാത്രക്കാർ മുഴുവൻ ഇപ്പോൾ മുങ്ങിയിട്ട് മരണപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അർജുനൻ ഒന്ന് ഞെട്ടിട്ടോ. എന്നിട്ട് ഭഗവാൻ തുടർന്ന് പറയാണ്, ആ തോണിയിലെ പാപിയായിട്ട് ആകെ ഒരാളേ ഉള്ളൂ, ഇത് പാപം ചെയ്തിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളേ ഉള്ളൂ, പക്ഷെ എല്ലാവരും ഇപ്പോൾ മരണപ്പെടും എന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ ഭഗവാനെ, അദ്ദേഹം ഒരാൾ മാത്രമല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ എല്ലാവരെയും കൊല്ലുന്നത്, എല്ലാവരും എന്തുകൊണ്ടാണ് മരണപ്പെടുന്നത് ചോദിച്ച് തീരുന്നതിന് മുൻപായിട്ട് ഒരു ചുഴിയിൽ വിട്ടിട്ട് ആ തോണി അപ്പാടെ അങ്ങോട്ട് മുങ്ങിപ്പോയി, അതിലുള്ള എല്ലാവരും മരണപ്പെട്ടു. അങ്ങനെ അർജുനന് നല്ല സങ്കടമായിട്ടോ. അവരങ്ങനെ കരയിലെത്തി. അപ്പോൾ സങ്കടപ്പെട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരു മരച്ചില്ലയിലെ ഭഗവാൻ ഒരു പുളിയുറുമ്പിൻ്റെ കൂട് കണ്ടു. ഉറുമ്പും കൂട് എന്ന് പറഞ്ഞിട്ട്, പുളിയുറുമ്പിൻ്റെ കൂട് എന്ന് പറഞ്ഞപ്പോൾ മാവൊക്കെ ആണെങ്കിൽ ആ മാവിൻ്റെ ഇലയൊക്കെ പ്രത്യേക രീതിയിൽ വളച്ചൊടിച്ചിട്ട് ഒരു കൂട് പോലെ ആക്കിയിട്ടുണ്ടായിരിക്കും. നിറയെ നന്നായി കടിക്കുന്ന പുളിയുറുമ്പും ഉണ്ടാവും. അതാണ് ഈ ഉറുമ്പിൻ കൂട് എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ കൂട് ഇങ്ങനെ ഇളക്കിയെടുത്തു. ആ ഒരു ചെറിയ ചില്ല മാത്രം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് അത് അർജുനൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അത് കയ്യിനിടയിലായിട്ട് ഈ ഭാഗത്തായിട്ട് വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അത് തന്നത് ഭഗവാൻ ആയതുകൊണ്ട് മാത്രം അർജുനൻ അത് സ്വീകരിച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെ വെച്ചു. വെക്കേണ്ട താമസം തന്നെ ഉറുമ്പുകൾ കടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അർജുനനെ ഇങ്ങനെ ഞെരിച്ചു. നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മൾ അതിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഞെരിക്കുമല്ലോ, അങ്ങനെ ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഇനി ആ ഉറുമ്പും കൂടി ഇങ്ങോട്ട് തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. അർജുനൻ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട്. ഭഗവാൻ ഞെട്ടിപ്പോയിട്ടോ, കാരണം അതിലുള്ള ഉറുമ്പുകളൊക്കെ ചത്തുപോയിരിക്കണം. അപ്പം എന്താ അർജുന ഇതെല്ലാം ചത്തുപോയിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ഉറുമ്പുകൾ എന്നെ കടിച്ചു, അപ്പം ഞാനതിനെ ഞെരിച്ചു കൊന്നതാണ് എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഉറുമ്പുകളെല്ലാം നിന്നെ കടിച്ചോ എന്ന് ഭഗവാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, എല്ലാം കടിച്ചില്ല, 2-3 കടിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നീ ഇതിനെല്ലാത്തിനെയും കൊന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അർജുനനെ മനസ്സിലായത് ഭഗവാൻ എന്താണ് തൻ്റെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം 2-3 പേരെ കടിച്ചിട്ടില്ലെങ്കിലും എല്ലാ ഉറുമ്പുകളും മരണപ്പെട്ടു പോയി, എല്ലാത്തിനെയും കൊന്നു. അതേപോലെ തന്നെയാണ് ആരെന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ അവർ മാത്രമല്ല അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരിക, അവർക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നീ 2 സന്ദർഭങ്ങളിലൂടെ ഭഗവാൻ അർജുനനെ മനസ്സിലാക്കി കൊടുത്തു. ഇത് തന്നെ നമ്മുടെ അടുത്തും പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ശ്രദ്ധയോടുകൂടി ചെയ്യാം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്.